നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞത് പ്രേത അനുഭവ കഥ തന്നെയാണ്. ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതങ്ങൾ മനുഷ്യൻ്റെ നിത്യ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മളിനി എത്ര പരിഷ്കൃതനായിട്ട് ജീവിച്ചാലും എത്ര പാവപ്പെട്ടവനായിട്ട് ജീവിച്ചാലും പ്രേതത്തിന് അങ്ങനെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഒന്നുമില്ല. ഒരുപാട് അവിശ്വാസികൾക്ക് പ്രേതം പിടിച്ചിട്ടുണ്ട്. ഞാൻ പോയി ഒരുപാടെണ്ണം ഒഴിപ്പിച്ചിട്ടുമുണ്ട്. അപ്പം പ്രേതം എന്ന് പറഞ്ഞാൽ അത് തരുന്ന അനുഭവങ്ങൾ നമുക്ക് നമ്മളെ തീർത്തും നശിപ്പിച്ച് കളയുന്നതാണ്. നമ്മുടെ ആരോഗ്യത്തെ പോലും നശിപ്പിക്കുന്നതാണ്. ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ രോഗമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ രോഗം കണ്ടുപിടിക്കാൻ പറ്റില്ല. രോഗം കണ്ടുപിടിക്കാത്ത സ്ഥിതിക്ക് ഡോക്ടർമാർക്ക് മരുന്ന് നൽകാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ. അങ്ങനെയുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ പെൺകുട്ടി നല്ല ആരോഗ്യമുള്ള, കാണാൻ നല്ല സൗന്ദര്യമുള്ള, നല്ല വെളുത്തിട്ട് നല്ലൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോയി. കുറച്ച് നാള്, ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിക്ക് ഒരു അസുഖം എന്ന് വെച്ചാൽ പെട്ടെന്ന് ശരീരമൊക്കെ അങ്ങ് ശോഷിച്ച്, നല്ല ശരീര വലിപ്പമൊക്കെയുള്ള പെൺകുട്ടിയായിരുന്നു. പക്ഷെ പിന്നെ കണ്ടാൽ ഒരു 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 മരക്കമ്പ് വെച്ചതുപോലെ, മരക്കമ്പിൽ തുണി ചുറ്റിയാൽ എങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക്, അതൊരു 2-3 മാസം കൊണ്ട് ഈ പെൺകുട്ടി ഈ അവസ്ഥയിലേക്ക് പോയി. ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ അവസ്ഥയിലേക്ക് പോകുന്നു. കണ്ണെല്ലാം അങ്ങ് കുഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി, കണക്ക് മുടിയൊക്കെ അങ്ങ് വളരെ വികൃതമായി ഇടയ്ക്കെന്നെല്ലാം പൊഴിഞ്ഞു പോയി. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആഹാരം കഴിച്ച പെൺകുട്ടി അപ്പോൾ ഛർദ്ദിക്കുന്നു. വിരലുകളൊക്കെ ഞാൻ പോയി കണ്ടതാണ്. എന്തൊരു രൂപം! അതായത് ഒരു അസ്ഥികൂടത്തില് ഈ തൊലി ഒട്ടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും, നമ്മുടെ ചർമ്മം ഒട്ടിച്ച് അതേ രൂപമായി, കണ്ടാൽ പേടിയാകുന്ന ഒരു വിധത്തിലേക്ക്. പക്ഷെ അവിടെ പോയി ആ പെൺകുട്ടിയുടെ ആദ്യത്തെ വിവാഹ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ അത്ഭുതം. അതുമായിട്ട് ഒരു ബന്ധവുമില്ല ഇപ്പോഴത്തെ രൂപത്തിന്. അത്രയേറെ ആയിപ്പോയി. വിവാഹം കഴിഞ്ഞ് 3 മാസം ആയപ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ രൂപം ഇങ്ങനെ ആയി തുടങ്ങി. ചില്ലറ ആഴ്ചകൾ കൊണ്ട്, ചെറിയ ആഴ്ചകൾ കൊണ്ട് ഈ പെൺകുട്ടി ഇപ്പോൾ കാണുന്ന പൂർവ്വ ആ ഒരു രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവർ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്തും വൈദ്യന്മാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി രോഗമാണ് കാര്യം വെച്ചാൽ ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്നു. അപ്പോൾ ആഹാരം ഉള്ളിൽ ചെല്ലാതിരിക്കുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ശോഷിച്ച് എല്ലും തോലുമായി മാറിയൊരവസ്ഥ. രോഗമാണ്. പക്ഷെ ഇവർ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർമാർക്ക് ഒരിക്കലും രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിക്കുന്നു. അതിനുള്ള മരുന്ന് കൊടുക്കുന്നു. പക്ഷെ എന്നിട്ടും ആഹാരം ചെല്ലാത്തത് കൊണ്ടാണ് ശരീരം ഇങ്ങനെ ശോഷിച്ചു പോകുന്നതെന്നൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട്. പക്ഷെ എത്ര മരുന്ന് കൊടുത്തിട്ടും യാതൊരു ഗുണവും ഇല്ലാത്തൊരവസ്ഥ. ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുന്നു, അങ്ങനെയൊക്കെ പറ്റി. പക്ഷെ ഇത് സംഭവിച്ചത്, അതിനെ ഒഴിപ്പിച്ചു അവസാനം. ഈ സംഭവിച്ചത് ഈ ഒഴിപ്പിക്കുന്ന സമയത്തിനാണ് പിന്നീട് നമ്മൾ ഇത് അറിയാൻ പറ്റുക. അപ്പൊ അവിടെ ആർക്കും മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ബാധാദോഷങ്ങളോ പ്രേതങ്ങളോ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ശത്രുതാ ദോഷമോ അങ്ങനെ എന്തെങ്കിലും ആണോ അറിയാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാരോടൊക്കെ ചോദിക്കുന്നു. അവർക്കൊന്നും ഇതിനു മുമ്പ് പെൺകുട്ടിക്ക് ഒരു നല്ലൊരു പനി വന്നിട്ട് പോലും ഉള്ളതായിട്ട് അവർക്ക് അറിയില്ല. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് സംശയം തോന്നി, ഇത് രോഗമല്ല, മറ്റെന്തോ ആണ്. അങ്ങനെ ഇവർ അന്വേഷണം നടത്തി പല ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയപ്പോഴത്തേക്കാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇത് പ്രേതമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഒഴിപ്പിക്കാൻ ചെന്നു. ഈ ശരീരത്തിൽ ഇതിനെ വരുത്തിയാലേ പറ്റൂ. ഇതെന്തെന്ന് പൂർണ്ണമായും നമുക്ക് കൊണ്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് എങ്ങനെ വന്നു, എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് രാശിയിൽ കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ടും ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒഴിവാക്കാം. പക്ഷെ ഇത് എന്താണെന്നൊന്നും പറയുന്നില്ല. രാശിയിൽ ഇതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഇത് ശരീരത്ത് വരുത്തിയേ പറ്റൂ. അങ്ങനെ നമ്മൾ പൂജ തുടങ്ങി ഇത് ശരീരത്ത് വരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത്, ഇവര് താമസിക്കുന്ന ഭൂമിയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവര് ഭൂമി വാങ്ങിച്ച് വീട് വെച്ചതാണ്. അതിനൊക്കെ മുമ്പേ തന്നെ ഈ വീടിരിക്കുന്നതിന്റെ അടിഭാഗത്ത് ഭൂമിക്കടിയിൽ അടക്കം ചെയ്ത ഒരു സ്ത്രീയുടെ ആത്മാവാണിത്. അതായത് അവർക്ക് ഇത് കണക്കുള്ള മാരകമായ രോഗം പിടിച്ച് ഇതിന് ആഹാരം കഴിക്കാൻ പറ്റാതെ ശുഷ്കിച്ച് മരണപ്പെട്ടു പോയൊരു സ്ത്രീ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ആ ആത്മാവ് ഇതുപോലെ മോശം കിട്ടാതെ അലയുകയും ഈ പെൺകുട്ടി ഇവിടെ വന്നപ്പോൾ
അതിന് യോജിച്ചൊരു ശരീരമായി കണ്ടതിന് അത് ഈ ശരീരത്തിൽ കയറുകയും ചെയ്തു എന്നാണ്. അത് ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. പക്ഷെ നിർബന്ധപൂർവ്വം അതിനെ ഒഴിപ്പിച്ചു വിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. അവസാനമായപ്പോൾ ഈ ശരീരവും വെച്ചിട്ട് ആ ശരീരത്തിൽ വന്ന സമയത്തിന് ഇത് ഒരുപാട് ബഹളം ഉണ്ടാക്കി. അവിടെ നിന്നവര് എല്ലാവരും കൂടി വന്ന് പിടിച്ചിട്ട് പോലും കാര്യം പിടിച്ചാൽ ഒടിഞ്ഞു പോകും, അത്രയ്ക്കുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ ഒഴിപ്പിക്കാൻ വന്ന സമയത്ത് ഈ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അത് കാണിച്ചു ഈ അവിടെ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ പിടിച്ചിട്ട് പോലും കയ്യിൽ നിന്നില്ല എന്നുള്ള അത്രയേറെ ശക്തിയായിരുന്നു. ഇതാണ് ആ ഒരു പ്രേതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അയാൾക്ക് ഈ പെൺകുട്ടിക്ക് എണീറ്റ് നടക്കാൻ പോലും പറ്റില്ല. ആടിയാണ് നടക്കുന്നത്. കൊണ്ടിരുത്തിയത് തന്നെ 2-3 പിടിച്ചിട്ടാണ് കൊണ്ടിരുത്തിയത്. പക്ഷെ ഇതങ്ങോട്ട് ശരീരത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് കാണിച്ച ഒരു പവർ എന്ന് വെച്ചാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. ഇത്രയും ആൾക്കാർ പിടിച്ചിട്ട് പോലും നിന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അതിനെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. അതിനുശേഷം പിന്നീട് അതിന് വളരെ സമയം എടുത്തിട്ടാണെങ്കിൽ പോലും അതിന്റെ ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ തിരിച്ചാവുകയും പിന്നെ ഡോക്ടറെ കണ്ടു, ടോണിക്കോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം ഇതിനു മുമ്പ് ടോണിക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വീണ്ടും ടോണിക്ക് കുടിച്ചതിന് ശേഷം അത് ശരീരത്തിൽ പിടിക്കുകയും അത് നന്നായിട്ട് മരുന്ന് പ്രവർത്തിക്കുക. അതിനുശേഷം ആഹാരം കഴിക്കും. പിന്നെ ഛർദ്ദിക്കൊന്നും വന്നിട്ടില്ല. പിന്നീട് അത് കുറെ നാളത്തേക്ക് എനിക്ക് അറിയാൻ പറ്റിയിരുന്നു. അത് ശരീരം പഴയതുപോലെ ആയില്ലെങ്കിൽ പോലും അത് നന്നായി വരുന്നുണ്ടായിരുന്നു. പഴയ അവസ്ഥയൊക്കെ മാറി നന്നായി വരുന്നുണ്ടാണ്. അപ്പൊ ഈ ഭൂമിയിൽ നമ്മളൊരു ഭൂമി വാങ്ങിച്ച് വീട് വെക്കുമ്പോൾ ഞാൻ ഇതിന്റെ ഒരുപാട് എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ വീട് വെക്കുന്ന ഭൂമി നമുക്ക് വീട് വെച്ച് താമസിക്കാൻ യോഗ്യമാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളത്. ഞാൻ മുമ്പ് എൻ്റെ പല എപ്പിസോഡുകളും പറഞ്ഞിട്ടുള്ളതാണ്. ബാംഗ്ലൂര് അതൊരു പരിഷ്കൃത നഗരമാണ്. അവിടെ ഇരിക്കുന്ന മിക്ക വീടിൻ്റെ അടിയിലും ഇതേതൊക്കെ സ്കെൽട്ടൺ ഉണ്ട്. ചില വീടുകളിലൊക്കെ ഇതിന്റെ ഉപദ്രവം ഉണ്ടാകാറുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ പോയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരാണെന്നാണ് എൻ്റെ ഒരു കണക്ക്. അത്രയേറെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചില വീടുകളിൽ ഇതിൻ്റെ അടിയിലുണ്ടെങ്കിൽ പോലും അവർക്ക് ഉപദ്രവം ആകാറില്ല. എന്നാൽ ചില വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാകാറുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ഫ്ലാറ്റുകളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒഴിപ്പിക്കാനായിട്ട്. അപ്പൊ ഇത് നമ്മൾ ഒരു ഭൂമി വാങ്ങിച്ച് വീട് വെക്കുമ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു ഭൂമി നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്ന് ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ഇതേ കണക്ക് അപമൃത്യു സംഭവിച്ചു പോയവരുടെ ശരീരങ്ങൾ അടക്കിയിട്ടുള്ളതാണ്. അതിനുശേഷമുള്ള കർമ്മങ്ങളൊന്നും നടന്നു കാണില്ല. അങ്ങനെ നടക്കാതിരിക്കുമ്പോൾ അതെല്ലാം പിന്നീട് ഈ നെഗറ്റീവ് പവറായി വന്നിട്ട് നമ്മളെ പോലെ സാധാരണഗതിയിൽ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട, ഈ ഭൂമി വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വാസികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആചാര്യന്മാരെ കണ്ടിട്ട് ഈ ഭൂമിയിൽ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് പവർ ഉണ്ടോ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ അപ്പോൾ തന്നെ ചെയ്ത് അതങ്ങ് തീർത്തതിന് ശേഷം നമ്മളൊരു വീട് വെച്ചാൽ പിന്നെ വീട് വെച്ചതിന് ശേഷം പിന്നെ കുത്തിപ്പൊളിക്കാനോ എടുക്കാനോ അത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആരുടെയെങ്കിലും ശരീരത്തിൽ വന്ന് ഇങ്ങനെ മാനഹാനി ഉണ്ടാക്കിയിട്ടോ ഒന്നും നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. അപ്പം വീട് വെക്കുമ്പോൾ തന്നെ ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രേതങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അത് വരുന്നത് പല വിധത്തിലാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്കിനൊന്നും ആയിരിക്കില്ല. ഈ വീട്ടിൽ വന്ന് താമസിച്ചവർ അവരൊന്ന് ആലോചിച്ചു, അവർ അന്തരീക്ഷത്തിൽ വല്ലതും ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാണ് പോകുന്നത്. പക്ഷെ ഈ പെൺകുട്ടിക്ക് ആദ്യം ഒരു അനുഭവം ഉണ്ടായി. ഈ വീട്ടിൽ വന്നിട്ട് 3-നോ 4-നോ പെൺകുട്ടി സന്ധ്യാസമയത്തിന് പുറത്തിറങ്ങിയപ്പോൾ വലിയ പൊക്കമുള്ള കറുത്ത ഒരു പട്ടിയെ കണ്ടായിരുന്നു ആദ്യമേ. അത് കണ്ട് പേടിച്ചുപോയി. അതിനുശേഷമാണ് ഈ ഒരു ശരീരം മെല്ലിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കുട്ടിക്ക് വന്നത്. അപ്പൊ ഇങ്ങനൊന്ന് കണ്ടു. അപ്പൊ ഇവര് ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ എവിടെയോ എന്തെങ്കിലും ദോഷമാണോ അല്ലെങ്കിൽ ഈ കുട്ടി കണ്ട് പേടിച്ചതിലാണോ എന്നൊക്കെ അവര് പലതും ധരിച്ചു. പക്ഷേ അപ്പൊ നമുക്ക് ചെന്ന് നോക്കി ഞങ്ങളെപ്പോലുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അത് ഭൂമിയിൽ തന്നെ അതിന്റെ ഒരു അംശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നുമാണ് ഇത് ഉത്ഭവിച്ചത് എന്ന് അത് ശരീരത്തിൽ വന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് പോലും അത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് അല്ലെങ്കിൽ വ്യക്തമായത് അപ്പോഴാണ്. പ്രേതമെന്ന് പറഞ്ഞാൽ അത് എവിടെയും ഉണ്ട്, എങ്ങനെയും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും അത് ഭയപ്പെട്ടു പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ പെൺകുട്ടിക്കും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പൊ ഒരു പട്ടിയൊക്കെ നമ്മൾ ഇരട്ടത്ത് കാണുമ്പോൾ പേടിച്ചു പോകും. അതൊന്നും ധൈര്യപൂർവ്വം പേടിക്കാതിരിക്കേണ്ട അന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ പേടിച്ചാലും നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വന്നു തുടങ്ങുമ്പോൾ മനോധൈര്യം നമ്മൾ സംഭരിക്കാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് എല്ലാ എപ്പിസോഡിലും പറയാനുള്ളൂ. ഇത് എനിക്ക് പ്രേത സംഭവങ്ങൾ അവതരിപ്പിക്കുന്ന എപ്പിസോഡിൽ നമ്മൾ ധൈര്യം കൈവിടാതിരിക്കുക. ഒരു നിമിഷം നമ്മളിലേക്ക് പിടിച്ചാൽ പോലും പിന്നീടും നമുക്കതിനെ ആട്ടി ഓടിക്കാൻ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിന് മനോധൈര്യം തന്നെയാണ് പ്രധാനം. അത് വിശ്വസിക്കുക. ഇങ്ങനെ അത് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് കയറാനോ നമ്മളെ ദ്രോഹിക്കാനോ അതിന് സാധിക്കൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ ആട്ടി ഓടിക്കുന്ന വിധത്തിൽ
മനസ്സിനെ നമ്മൾ തയ്യാറാക്കി നിർത്തിയാൽ ഈ ഒരു കുന്തമൊന്നും നമ്മളെ പിടിക്കില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട്, ചില കേസുകൾ ഞാൻ നേരിട്ട് വന്ന് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങളെ നമ്പറിൽ വിളിച്ചോളൂ. നിങ്ങളുടെ വീടിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അത് പൂർണ്ണമായി ഞാനത് മാറ്റിത്തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.